ഹലോ, ഇന്ന് നമ്മളൊരു ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിൽ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി നോക്കുന്നത്. സുജി പുറത്തെവിടെ ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ സ്റ്റൂ കഴിച്ചെന്ന് പറഞ്ഞപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ്. ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായി വേവിക്കാൻ വെച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ താളിപ്പുണ്ടാക്കാനാണ്. എണ്ണ ഒഴിച്ച് കടുകിട്ട് താളിക്കാം. ചട്ടി നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് അതിൻ്റെ കളറൊക്കെ മാറി പച്ചമണമൊക്കെ മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള മുളകാണ് ആഡ് ചെയ്യുന്നത്, പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. അതും അതുപോലെ ഒന്ന് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ബ്രെഡും സ്റ്റൂവും കോമ്പിനേഷൻ, അപ്പവും സ്റ്റൂവും കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ബ്രെഡും സ്റ്റൂവും കോമ്പിനേഷനാണ് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എങ്ങനെ വരുന്നൊന്നും അറിയണ്ടായിരുന്നില്ല ഉണ്ടാക്കുമ്പോൾ. നല്ല പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ഗരം മസാല പൗഡർ കുറച്ച് ആഡ് ചെയ്ത് ഇത് പിന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അതിനെ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒന്ന് ഈ ഉരുളക്കിഴങ്ങിനെയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമുക്ക് ഗ്രേവി കുറച്ച് തിക്കായിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഗ്രേവിൻ്റെ സ്റ്റൂവിൻ്റെയൊക്കെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്. കാഷ്യൂനട്ടിനെ അരച്ചിട്ട് അതിൻ്റെ പാല് നമ്മൾ ഒഴിച്ചാൽ കുറച്ച് ടേസ്റ്റും ആവും, അതുപോലെ തന്നെ നല്ല തിക്കാവും. നമുക്കിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഒഴിക്കാൻ പറ്റും. ഇത് കാഷ്യൂനട്ട് അരച്ചിട്ട് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താണ്. ജസ്റ്റ് ഒന്ന് കുറച്ച് തിക്നെസ് നല്ല ക്രീമി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആഡ് ചെയ്തപ്പം. ഇത് ഇപ്പം തന്നെ കണ്ടോ കുറച്ച് നല്ല കളറായി. ഇത് കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്താണ് ഞാൻ. നമുക്ക് എരിവൊക്കെ മതിയാന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചായിരുന്നു. കുറച്ച് ഇത്തിരി ആഡ് ചെയ്തിട്ടുള്ളൂ, അധികം എരിവൊന്നും വേണ്ട, ഒരു പാകത്തിന് എരിവുള്ളത് മതി. ആരും അധികം പച്ചമുളകും കുരുമുളകൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ 1 പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ തന്നെ നല്ല ഫ്ലേവറായി തിക്കായിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ തിളപ്പിക്കാനൊന്നും പാടില്ല. നമ്മൾ അപ്പം തന്നെ ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് ഒരു അലങ്കാരത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളത് ഓഫ് ചെയ്യണം. നമ്മളെപ്പോഴും ചിക്കൻ കറിയൊക്കെയല്ലേ വയ്ക്കുക, ഒരു തവണ ഒന്ന് ഡിഫറെൻ്റായി ട്രൈ ചെയ്യാം എന്നും കൂടെ വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ നമുക്കൊന്ന് നെയ്യിലൊക്കെ വറുത്തിട്ട് ആഡ് ചെയ്താൽ അതും നല്ലൊരു ഫ്ലേവറായിട്ടുണ്ടാകും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഇത് വരുമ്പോൾ ഒരു മധുരവും കൂടെ കിട്ടും, നല്ലതായിരിക്കും. അതുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ലുക്ക്. ഇനി നമുക്കിത് സുജിക്ക് കൊണ്ട് കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് സുജി പറയട്ടെ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും ഇല്ല, നല്ല ക്രീമിയാണ്, വളരെ റിച്ചാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.